റിപ്പോർട്ടിംഗ് എന്ന നിലയ്ക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് സൂചന തെറ്റിപ്പോയത്രേ. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് EP ജയരാജനും തോമസ് ഐസക്കിനും രൂക്ഷ വിമർശനമെന്ന് ഒരു സന്ദർഭത്തിൽ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ടർ ചാനലിലെ റഹീസ് ഏതോ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമെന്നുള്ള നിലയ്ക്കാണ് ആ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അടുത്ത സൂചന കിട്ടുമ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് അത്ര ശരിയായില്ലത്രേ. ൊപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ EP ജയരാജനും സജി ചെറിയാനുമെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വിമർശനമുണ്ട്, പക്ഷേ അതൊരു വലിയ വിമർശനം എന്ന തരത്തിലല്ല എന്ന് രേഖകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. തിരുത്തൽ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ആദ്യം നമുക്ക് കിട്ടുന്ന സൂചനകളായിരിക്കുമല്ലോ നമ്മൾ വാർത്തയെ നൽകുക. പലപ്പോഴും ആ സൂചനകൾ തെറ്റിപ്പോകുന്ന ഒരു ഘട്ടം എത്തും. പ്രത്യേകിച്ച് CPMന്റെ പാർട്ടി കോൺഫറൻസും CPMന്റെ സംസ്ഥാന സമ്മേളനവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഉത്തരവാദിത്വം കാട്ടണം. രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ രേഖകൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയല്ല. അതിൽ സജി ചെറിയാനും ഏതെങ്കിലും തരത്തിൽ EP ജയരാജനും രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള ഭാഗം ഇല്ല. പകരം അപ്പോൾ രേഖകൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയല്ല. അതിൽ സജി ചെറിയാനും ഏതെങ്കിലും തരത്തിൽ EP ജയരാജനും രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള ഭാഗം ഇല്ല. പകരം അതിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ചെങ്ങന്നൂരൊക്കെ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിൽ സജി ചെറിയാൻ അടക്കമുള്ളവർ വഹിച്ച പങ്കിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നും അറിയാൻ സാധിക്കുന്നു. അപ്പോൾ രേഖകൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയല്ല. അതിൽ സജി ചെറിയാനും ഏതെങ്കിലും തരത്തിൽ EP ജയരാജനും രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള ഭാഗം ഇല്ല. ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ്. ഏതെങ്കിലും വിടുവായന്മാരെ വിളിച്ചിട്ട് അവർ തരുന്ന കാര്യമെടുത്തിട്ട് സൂചന എന്നുള്ള നിലയ്ക്കും വാർത്ത എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ആ ചെയ്യുന്ന പണി എന്തെന്ന് വിളിക്കാം? വ്യാജ വാർത്താ റിപ്പോർട്ടിംഗ് എന്നല്ലേ? സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പിന്നീട് സംഘടനാ റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് മറ്റൊരെണ്ണം കിട്ടുന്നു. അതിൻ്റെ സൂചന എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയത്രേ. അപ്പോൾ നേരത്തെ ഈ വാർത്ത കേട്ടവർ, കോൺഗ്രസ്സുകാരുൾപ്പെടെ പലരും പ്രചരിപ്പിച്ച കാര്യങ്ങൾ, വ്യക്തികളെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെന്നുള്ള നിലയ്ക്ക് അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വിളിച്ചു കൂവിയതിനു ശേഷം സൂചനകൾ തെറ്റാണത്രേ. അപ്പോൾ സൂചനകൾ എന്ന പേരിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം. തിരിച്ച് ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ അത് ചെയ്താലോ? മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ വലിയ ക്ലാസ് എടുത്തതാണ്. ഒരു വിഷയവും ക്രോസ് ചെക്ക് ചെയ്യാതെ ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സാമാന്യ മര്യാദ. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ചെല്ലുക, ഏതെങ്കിലും CPM വിരുദ്ധരായിട്ടുള്ള വ്യക്തികളെ വിളിക്കുക, അവർ പറയുന്ന വിടുവായത്തരങ്ങളെ ആധികാരികമായി ഒച്ചയും ബഹളവും എടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ പേരാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം. എന്നിട്ട് സൂചനകൾ തെറ്റിപ്പോകും അത്ര. വ്യക്തികൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പ്രചരിപ്പിച്ച് അവർക്ക് സമൂഹത്തിൽ ആൾക്കാരുടെ ഇടയിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ നൈസായിട്ടൊരു തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കിയ ഡാമേജ് മാറ്റിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ വിടുവായത്തരങ്ങൾ അടിക്കുന്നതിൻ്റെ പേരല്ല മാധ്യമപ്രവർത്തനമെന്ന് ഈ പണി ചെയ്യുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇത് ബിസിനസ്സാണ്. പക്ഷേ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പ്രൊഫഷനാണ്. അതിനെ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് ഉണ്ട് എന്ന നിലയ്ക്ക് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സന്ദർഭത്തിൽ അത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് നൈസായി പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ വാർത്ത വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവർക്കെതിരെ എന്തെല്ലാം പ്രചരണങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും സുഡാപ്പിക്കാർക്കെല്ലാം അവസരമുണ്ടാക്കിയതിന് ശേഷം അതിനെ ഈ രീതിയിൽ ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ തിരുത്തിപ്പോയാൽ ആ തെറ്റല്ലാതാകുമോ? അതുകൊണ്ടാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തെ വീണ്ടും വീണ്ടും വിമർശിക്കുന്നത്. ഈ പണിയുടെ പേര് മാധ്യമ പ്രവർത്തനമല്ല, വിടുവായത്തരങ്ങൾ അടിക്കുന്ന കുറേയേറെ പേരെ കൊണ്ടുവന്ന് എന്തും വിളിച്ചു കൂവുന്ന ഒരവസ്ഥ. അതിനെ സ്വയം മാധ്യമധർമ്മമെന്നല്ല, അതിനെ വാർത്താ കച്ചവട ടീംസ് എന്നതിനപ്പുറം മറ്റൊന്നും വിളിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്.